ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ബംഗ്ലാദേശ് സ്പെഷ്യാലിറ്റീസ്, ബംഗ്ലാദേശിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് അടുത്ത കാലത്തായിട്ട് ബംഗ്ലാദേശിൽ നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു പ്രശ്നം കാരണം ഇപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്ററൊക്കെ അവിടെ വിട്ടു പോകേണ്ട ഒരവസ്ഥയിലേക്കും, അതോടൊപ്പം ജനങ്ങൾ എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്ത് പോലീസുകാർ ഒന്നും വെളിയിലിട്ടിറങ്ങാത്ത രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ട് ബംഗ്ലാദേശ് അതിവേഗം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ദിനംപ്രതി വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു രാജ്യമായിട്ട്, ഒരു കലാപ രാജ്യമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബംഗ്ലാദേശിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ ബംഗ്ലാദേശിൻ്റെ ചരിത്രവും കാലങ്ങളും ബംഗ്ലാദേശ് പിന്നിട്ട് വന്ന വഴികളുമൊക്കെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ 8ാം സ്ഥാനത്താണ് ബംഗ്ലാദേശ് എന്നത്. അതോടൊപ്പം ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1,46,812 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അതായത് ലോക ജനസംഖ്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ 8ാം സ്ഥാനം വരുന്ന ബംഗ്ലാദേശിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 16,98,26,212 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നഗരവും തലസ്ഥാന നഗരവും ധാക്കയാണ്. അതോടൊപ്പം ഫിനാൻഷ്യൽ ക്യാപിറ്റലും അതും ധാക്കയാണെന്ന് പറയാം. സാമ്പത്തികം എല്ലാം കൊണ്ടും ഏറ്റവും വലിയ നഗരവും ബംഗ്ലാദേശിൻ്റെ സമ്പന്ന നഗരവും ധാക്കയാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ബംഗാൾ ഉൾക്കടലിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖ നഗരവും എല്ലാം രണ്ടാമത്തെ നഗരമായ ചിറ്റഗോങ് ആണ്. ധാക്കയ്ക്ക് തൊട്ട് പിന്നിൽ ചിറ്റഗോങ് ആണ്. ആകെ ഇവിടുത്തെ ജില്ലകളെന്ന് പറയുന്ന 64 ജില്ലകളാണ്. 495 ഉപജില്ലകളാണ് ഇതിൽപ്പെടുന്നത്. 64 ജില്ലകളും 495 ഉപജില്ലകളും. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനവും ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം ബംഗാൾ ഉൾക്കടലിൻ്റെ സാന്നിധ്യവും മറ്റൊരു പ്രത്യേകതയാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ സാന്നിധ്യമാണ് പണ്ട് കാലത്ത് ഇവിടേക്ക് കപ്പൽ മാർഗം മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് തന്നെ, അതായത് BC കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട് ഉള്ള ശിലായുഗത്തിൽ കണ്ടെത്തിയ പല കാര്യങ്ങളും അതിലേക്ക് വെളിച്ചം ഊതുന്നവയാണ്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഗുപ്ത സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം എന്നിവർ ഇവിടെ ഭരിച്ചു. പിന്നീട് AD 10-12 നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക് ബംഗാൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സുൽത്താനേറ്റ് അവരിവിടെ ഭരിക്കുന്നു. പിന്നീട് 1600 അല്ലെങ്കിൽ 15ാം നൂറ്റാണ്ടായപ്പോഴേക്കും 15-16 നൂറ്റാണ്ടുകളിൽ മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ഭരിക്കുന്നു. അന്ന് മുഗൾ ബംഗാൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1772 ബ്രിട്ടീഷുകാർ ഇവിടെ കീഴടക്കുന്നതും, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ ഇവിടെ കീഴടക്കുന്നത് 1772 ബംഗ്ലാദേശിൻ്റെ പണ്ടത്തെ പേരെന്ന് പറയുന്ന ബംഗ്ലാദേശ് എന്നായിരുന്നു. അതിൽ നിന്നുമാണ് ബംഗ്ലാദേശ് എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്ന ബംഗാളിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുന്നു. പിന്നീട് 1905 കിഴക്കൻ ആസാമും ബംഗ്ലാദേശും കൂടെ ഒന്നുചേർന്ന് രൂപീകരിക്കുന്നു. അത് മറ്റൊരു നാഴികക്കല്ലായി മാറുന്നു. പിന്നീട് 1906 ധാക്കയിൽ വെച്ചാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. പിന്നീട് 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനോട് ചേരുകയാണ്. കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലായിരുന്നു ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത് 1947. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളുമൊക്കെ ഉണ്ടായി 1971 സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി 1971 സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1971 സ്വാതന്ത്ര്യം ലഭിച്ച് ധാക്ക തലസ്ഥാനമായി ബംഗ്ലാദേശ് പുതിയ രാജ്യം രൂപീകരിക്കുകയാണ്. അതിനുശേഷം നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒടുവിൽ സമീപ നാളുകളായിട്ട് വീണ്ടും അവിടെ നിരവധി പ്രശ്നങ്ങൾ അവരെ അലട്ടുകയാണ്. അവരുടെ പ്രൈം മിനിസ്റ്ററൊക്കെ അവിടെ വിട്ട് പോകേണ്ട അവസ്ഥയൊക്കെ വന്ന് ആകപ്പാടെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ബംഗ്ലാദേശ് അനുദിനം പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ. കച്ചേരിപ്പടിയിലൂടെ പോകുന്ന വാഹനങ്ങൾ